ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം വാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ അഥവാ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. മധ്യകാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഭരണാധികാരികളുടെ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. അവ നടപ്പിലാക്കിയ ഭരണാധികാരികൾക്കനുസരിച്ച് ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞിട്ട്. കുത്തുബുദ്ദീൻ ഐബക്ക് സംഭാവനകൾ 1206 ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. ഇനി ഇൽത്തുമിഷ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇൽത്തുമിഷ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഇറാഖിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്ത് സൈന്യത്തെ ശക്തിപ്പെടുത്തി എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റി. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് ബാബറാണ്. ബാബർ ചെയ്തിട്ടുള്ളത് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ഇനി അടുത്തത് ഔറംഗസീബാണ്. ഔറംഗസീബ് മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചു എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിനൊന്ന് കറക്റ്റാക്കി ഓർഡറാക്കി എഴുതിയാൽ മാത്രം മതി. ഇനി ബി, തന്നിരിക്കുന്ന ഡൽഹി അധികാര കേന്ദ്രമാക്കാൻ സഹായിച്ച 3 ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് സിന്ധു ഗംഗാ സമതലം, ആരവല്ലി പർവ്വതനിരകൾ, യമുന നദി എന്നുള്ള ഓപ്ഷൻ 3ാമത്തേതാണ് ശരിയായ ആൻസറായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, വിവിധ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ പിങ്കർമികൾ, ഇന്യൂട്ടുകൾ, മരുപ്പച്ചകൾ, മധ്യരേഖ, നിത്യഹരിത വനങ്ങൾ ഇവയാണ് തന്നിട്ടുള്ളത്. ഇതിലെ ചോദ്യം, ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ഇവയിൽ ഏതെങ്കിലും 2 കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് നിങ്ങൾ പിഗ്മികൾ എന്നെഴുതുകയാണെങ്കിൽ ആഫ്രിക്കയുടെ കോങ്കോ നദീതടത്തിൽ അധിവസിക്കുന്നവരാണ്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ്. മുഖ്യ ഭക്ഷണം കസാവ അല്ലെങ്കിൽ മരച്ചീനി ആയിരുന്നു. മാനിൻ്റെ തുകലും ഇലകളുമായിരുന്നു വസ്ത്രം. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിലായിരുന്നു വീട് നിർമ്മാണം ഉണ്ടായിരുന്നത്. ഇനി മധ്യരേഖ നിത്യഹരിത വനങ്ങളാണെങ്കിലോ, മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ സമൃദ്ധമായ മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഇവിടുത്തെ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ വനവിഭവ ശേഖരം പ്രധാന ഉപജീവന മാർഗമാണ്. വൈവിധ്യപൂർണമായ ഇവിടുത്തെ സസ്യ ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി മരുപ്പച്ചകളാണെങ്കിൽ മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് നമ്മൾ മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇനി ഇന്യൂട്ടകളാണെങ്കിൽ വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകളെ. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇവർ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിതോപാധി എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കാറില്ല. തിമിംഗലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 4 കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏതെങ്കിലും 2 കുറിച്ചിട്ടാണ് കൂട്ടുകാരോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബി ചോദ്യം, നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത ജോഡി ഏതെന്നാണ് എഴുതേണ്ടത്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് മലേഷ്യ സെമാങ്ങുകൾ എന്നുള്ളതാണ്. പ്രവർത്തനം 3 നോക്കാം. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. ജനാധിപത്യ ഗവൺമെന്റിന് യോജിച്ച പ്രസ്താവനകൾ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യോജിച്ച പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1 ജനാഭിലാഷം ആനിക്കുന്നു, 2 വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. ഇതാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അഥവാ ഓപ്ഷൻ എയും അതുപോലെ തന്നെ ഓപ്ഷൻ ബിയും അതുപോലെ ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഇതാണ് ശരിയായ കറക്റ്റായിട്ടുള്ള ആൻസർ. മ്യാൻമറിൽ ഇപ്പോൾ നിലനിന്നിരുന്ന ഗവൺമെൻറ്റിൻ്റെ രൂപം ഏതാണ്? രാജവാഴ്ച, സുൽത്താൻ ഭരണം, പട്ടാള ഭരണം, ജനാധിപത്യ ഭരണം? പട്ടാള ഭരണമായിരുന്നു. ഇനി പ്രവർത്തനം 4 നോക്കാം. മധ്യകാല കേരളത്തിൽ പെരുക്കന്മാരുടെ ഭരണത്തകർച്ചയെ തുടർന്ന് നാടുവാഴികൾ അധികാരത്തിലെത്തി.
മധ്യകാല കേരളത്തിലെ പെരുക്കന്മാരുടെ ഭരണത്തെ തുടർന്നു വന്ന നാടുവാഴികളുടെ ഭരണത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ടേബിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, CE 9-ാം നൂറ്റാണ്ടിൽ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം. നാടുവാഴികളാണെങ്കിൽ CE 12-ാം നൂറ്റാണ്ടോടെ നാടുവാഴികൾ അതാതു നാടുകളിൽ ഭരണം ആരംഭിച്ചു. ഓക്കെ, ഇനി ഭരണാധികാരികൾ കുലശേഖർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ഇത് നാടുവാഴിയാണെങ്കിൽ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപം എന്ന് അറിയപ്പെട്ടു. ഇന്നത്തെ കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അന്നു പെരുക്കന്മാരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. അവിടെ കുടുംബത്തിലെ മൂത്ത അംഗം അധികാരം കയ്യാളിലായിരുന്നു എന്നാണ് എഴുതേണ്ടത് നമ്മുടെ നാടുവാഴിയാണെങ്കിൽ. ഇനി വടക്ക് കോലോത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ ഭരണം വ്യാപിപ്പിച്ചിരുന്നു. ഇവരാണെങ്കിലോ നാടുകൾ തമ്മിലെ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആധിപത്യത്തിന് നാടുവാഴികൾ പരസ്പരം പോരാടിയിരുന്നു എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിലെ ബി ചോദ്യം, മധ്യകാല കേരളത്തിലെ അങ്ങാടികളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അഥവാ ഗ്രാമങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുവന്ന് കൈമാറി അങ്ങാടിയുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തി. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനമാണ് CE 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ലോക ചരിത്രത്തിൽ മധ്യകാലം എന്ന് അറിയപ്പെടുന്നു. മധ്യകാല യൂറോപ്പിൽ വിവിധ മേഖലകളിലുണ്ടായ പുരോഗതി വ്യക്തമാക്കുന്ന ആശയഭൂപടം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മധ്യകാല യൂറോപ്പിനെ 3 എണ്ണമായിട്ട് പറയുന്നുണ്ട്: നഗരങ്ങൾ, വാസ്തുവിദ്യ, വിജ്ഞാനം. ഈ നഗരങ്ങളിൽ താഴെ വരുന്നതാണ് നമുക്ക് കച്ചവട പ്രാധാന്യമുള്ള സ്ഥലം അല്ലെങ്കിൽ കരകൗശല വ്യവസായങ്ങളുടെ കേന്ദ്രങ്ങൾ എന്നൊക്കെ എഴുതാം. അല്ലെങ്കിൽ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചും നഗരങ്ങൾ ഉയർന്നു വന്നു, അതുമല്ലെങ്കിൽ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടു എന്നും എഴുതാം. ഇനി വിജ്ഞാനം എന്നതിന് താഴെ എന്താണ് എഴുതേണ്ടത്? വിജ്ഞാനം എന്നതിന് താഴെ കമാനങ്ങളും വിശാലമായ മുറികളുമുള്ള റോമനക്സ് ശൈലി നിലവിൽ വന്നു എന്ന് എഴുതണം. ഇനി മൂന്നാമത്തെ ഓപ്ഷനിൽ കൂർത്ത ഗോപുരങ്ങൾ കാണപ്പെടുന്ന ഗോത്തിക് ശൈലി നിലവിൽ വന്നു. അതിൻ്റെ താഴെയായിട്ട് എഴുതേണ്ടത് ഏതാണ്? ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് എഴുതേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം, മധ്യകാല ഇന്ത്യയിൽ ചൈനക്കാർ നൽകിയ സംഭാവനകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? അച്ചടി യന്ത്രം, വെടിമരുന്ന്, ഇതൊക്കെ ചൈനക്കാർ നൽകിയ സംഭാവനകളാണ്. കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്കിൻ നോക്കിയന്ത്രവും ഇവരുടെ സംഭാവനയാണ്. അച്ചടി വിദ്യ വിജ്ഞാനത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. പഗോഡകൾ നിർമ്മാണ വൈഭവത്തിന് തെളിവുകളാണെന്ന് നമുക്ക് എഴുതാം. ഇതൊക്കെ കൂടി ഒരു കുറിപ്പായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ആറാമത്തെ പ്രവർത്തനം, കടമകളില്ലാത്ത അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. അവകാശങ്ങളും കടമകളും പരസ്പരം ബന്ധപ്പെടുത്തി തന്നിരിക്കുന്നവ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവകാശങ്ങളിൽ കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. അവിടെ കടമയായിട്ട് വരുന്നത് എന്താണ്? എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. ഓക്കെ, രണ്ടാമത് വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമയാണെന്ന് പറയുന്നുണ്ട്. അവിടെ അവകാശം എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്, പഠിക്കുക എന്നത് എൻ്റെ കടമയാണ് എന്നാണ് കടമകളിൽ എഴുതേണ്ടത്. ഇനി കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രൂപീകരിച്ചിട്ടുള്ള പ്രധാന കമ്മീഷനുകൾ ഏതെല്ലാമാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, ഇത് രണ്ടുമാണ്. ഇനി പ്രവർത്തനം 7 നോക്കാം. ഗ്രാമനഗര സമൂഹങ്ങളുടെ സവിശേഷതകൾ വ്യത്യസ്തമാണ്. നൽകിയിരിക്കുന്ന സൂചനകളെ അടിസ്ഥാനമാക്കി ഗ്രാമസമൂഹവും നഗരസമൂഹവും തമ്മിലുള്ള താരതമ്യം ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ജീവിത രീതി, തൊഴിൽ, അയൽപക്ക ബന്ധങ്ങൾ, വേഷവിധാനം എന്നിവയെല്ലാം നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടുകാർ പഠിച്ചിട്ടാണ് പോയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് പറയാം. ഗ്രാമങ്ങളിലെ ജീവിത രീതികൾ എന്ന് പറയുന്നത് സങ്കീർണമല്ല, എന്നാൽ നഗരങ്ങളിലേത് വളരെ സങ്കീർണമാണ്. കൃഷിയും അനുബന്ധ തൊഴിലുകളുമാണ് ഗ്രാമത്തിലേത്, എന്നാൽ നഗരങ്ങളിലാണെങ്കിൽ വ്യവസായം, വ്യാപാരം, അതുപോലെ തന്നെ ടെക്നോളജി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, എന്നാൽ നഗരങ്ങളിലാണെങ്കിൽ അയൽപക്ക ബന്ധങ്ങൾ വളരെ കുറവാണ്, തൊട്ടടുത്തുള്ളവരെ പോലും അറിയാത്ത അവസ്ഥയാണ്. അതുപോലെ വേഷവിധാനമാണെങ്കിൽ ഗ്രാമീണരുടെ വേഷം എന്ന് പറയുന്നത് വളരെ ലളിതമായിരിക്കും. നഗരങ്ങളിലാണെങ്കിൽ ഫാഷനുകൾക്കനുസരിച്ച് വേഷവിധാനമാണ് ഉണ്ടായിരിക്കുക. ഇനി ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഊര് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
ഇനി എട്ടാമത്തേത് പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളാണ് വിഭവങ്ങൾ. നൽകിയിരിക്കുന്ന വിഭവങ്ങളെ ഉപയോഗത്തിനനുസരിച്ച് തീരുന്നവ അല്ലാത്തവ എന്ന് ക്രമപ്പെടുത്തണം. ഇവിടെ ഉപയോഗത്തിനനുസരിച്ച് തീരുന്നത് എന്ന് പറയുന്നത് പ്രകൃതിവാതകം, പെട്രോളിയം, കൽക്കരി. ഇനി ഉപയോഗത്തിന് തീരാത്തത് എന്ന് പറയുന്നത് ജലം, കാറ്റ്, സൂര്യപ്രകാശം. ഓക്കെ, ഇനി എന്താണ് വിഭവ ശോഷണം എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ വിഭവ ശോഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.